നേമത്ത് സംഘികളുടെ അക്കൗണ്ട് പൂട്ടിച്ച മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ സമരം നടത്തി അങ്ങ് പേടിപ്പിച്ച് കളയാമെന്ന് കരുതിയ സംഘികൾക്ക് ഇന്നലെ സ്വല്പ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു ഭാരതാംബയും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നാൽ അങ്ങ് പാലക്കാട് ഞങ്ങളുടെ ഹാഫ് സംഘി കുഞ്ചായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ പോയി നിരങ്ങിയതുപോലെ ആക്കിക്കളയാമെന്നാണ് കരുതിയത്. പക്ഷെ മുണ്ടും പൊക്കി ഓടേണ്ടി വന്നു എന്നുള്ളതായിരുന്നു തലസ്ഥാനത്ത് കണ്ട കാഴ്ച. തൊഡ്ര പാക്കല എന്ന് കേട്ടിട്ടുണ്ടോ സംഘികൾ? ഈ തെരുവിക്കിടന്ന് ആ എന്നൊക്കെ ആക്കാനൊക്കെ എല്ലാവർക്കും ഈ നാട്ടിൽ അവകാശമുണ്ട്. അക്കൗണ്ട് പൂട്ടിച്ചതുകൊണ്ട് ഒരു പ്രത്യേകതരം വൈരാഗ്യം ഉള്ളിലുണ്ട് എന്ന് അറിയാം. അതും വെച്ചുകൊണ്ട് ഇപ്പോൾ മൂക്കിക്കേറ്റിക്കളയൊന്നൊക്കെ അങ്ങ് ഗീർവാണം അടിച്ചാൽ കൊണ്ടുപോയി അങ്ങ് രാജ്ഭവനകത്ത് വെച്ചരെ എന്ന് മാത്രമേ ഈ നാട്ടുകാർ പറയത്തുള്ളൂ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ നല്ലൊരു ശതമാനം BJP RSSന്റെ പ്രതിഷേധം അതിജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് പ്രശ്നമാണ്. തലസ്ഥാനത്ത് കോൺഗ്രസ്സുകാരെടുത്ത് എടുക്കുന്ന വിളച്ചിലെങ്ങാനും ഇടതുപക്ഷക്കാരെടുത്ത് എടുത്തു കഴിഞ്ഞാൽ സംഘികൾക്ക് പഴയ കാലഘട്ടമൊക്കെ ഓർമ്മ കാണുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട് എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ കിടന്ന് വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ സംഘികളുടെ ഊപ്പാട് വരാൻ പോകുന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ശബരിമല കാലഘട്ടത്തിലെ സമരം. വലിയ തുള്ളൽ തുള്ളിയിട്ട് ഇവിടെ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. കുറച്ച് സംഘികളുടെ പൃഷ്ഠം പൊളിഞ്ഞു എന്നതിനപ്പുറം മറ്റൊന്നും ഈ നാട്ടിൽ മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ശിവൻകുട്ടി ഭാരതാംബ എന്ന മോഡലിനെ നോക്കിയിട്ട് ഇത് ഏത് സ്ത്രീ എന്ന് ചോദിച്ചാൽ ഈ നാടിൻ്റെ മതേതര ചോദ്യം തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ വേഷം കെട്ടിച്ച് സിംഹത്തിൻ്റെ അടുത്ത് നിർത്തി അത് വേണമെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവന്ന് സിംഹത്തിൻ്റെ കൂട്ടിലോ രാജ്ഭവൻ്റെ അടുക്കളയിലോ ബെഡ്റൂമിലോ വയ്ക്കാം. അല്ലാതെ സർക്കാരിൻ്റെ നികുതിപ്പണം ചെലവാക്കുന്ന പൊതുപരിപാടിയിൽ തൽക്കാലം ആ മോഡൽ സ്ത്രീയുടെ ഫോട്ടോ വയ്ക്കാൻ സൗകര്യമില്ല എന്ന നിലപാട് തന്നെയാണ്. ഭാരതാംബ എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണെങ്കിൽ അതാകാം. പക്ഷേ തെരുവിലോ അല്ലെങ്കിൽ പബ്ലിക് ഇടങ്ങളിലോ പൊതുപരിപാടികളിലോ കൊണ്ടുവന്ന് അത് എങ്ങനെ നിങ്ങളുടെ പരിപാടികളിൽ അല്ലാതെ മറ്റിടങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഉന്നതകുല ജാഥയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പടം വെച്ച് ആരാധിക്കാൻ ഈ നാടിന് സൗകര്യമില്ല എന്ന് വളരെ ശക്തമായിട്ട് അങ്ങ് പറയുകയാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ ശിവൻകുട്ടിയെ അങ്ങ് മൂക്കി കയറ്റുമെങ്കിൽ ആ പറഞ്ഞവന്മാർ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കണം. അതാണ് അന്തസ്. ശിവൻകുട്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിടത്ത് നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്തിട്ടുണ്ട്. അതിന് ഇളക്കം കാണിക്കാൻ ചെന്നവർക്ക് ചില രക്ഷാപ്രവർത്തനം കോഴിക്കോടും കൊടുത്തിട്ടുണ്ട്. ബാക്കി പത്രമൊക്കെ ഡയലോഗ് അടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇരുന്ന് ഗീർവാണം അടിക്കുമ്പോൾ അത് കേട്ട് പേടിച്ചു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ നാട് മുഴുവൻ സവർക്കർമാരാണെന്ന് കരുതിക്കളയല്ലേ എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.